ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സംസാരിക്കാൻ പോകുന്നത് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ഈ ഒരു മാർച്ചിൽ നടക്കാൻ പോകുന്നുണ്ടല്ലോ ഇന്ത്യയുടെ. അതിൽ അഫ്ഗാനിസ്ഥാനെതിരെ 2 മത്സരങ്ങൾ ഹോമായിട്ടും അവയായിട്ടും കളിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 മത്സരങ്ങൾ തന്നെയെന്ന് പറയാം. ഈ കുറച്ച് മാച്ചിൻ്റെ ഒരു പക്ഷേ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന മത്സരങ്ങൾ. ഈ മത്സരം വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് തേർഡ് റൗണ്ടൊക്കെ ഉറപ്പിക്കുന്ന ലെവലിലേക്കൊക്കെ വരാം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ടും ഇപ്പോഴത്തെ ISLലെ പെർഫോമൻസ് അല്ലെങ്കിൽ ഐ ലീഗിലെ പെർഫോമൻസ് വെച്ച് ചൂസ് ചെയ്യപ്പെടേണ്ട ചില താരങ്ങൾ എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതിൽ ISLലെ ഏറ്റവും നന്നായിട്ട് കളിച്ചിട്ടുള്ള ഇന്ന പ്ലേയേഴ്സൊക്കെ ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം ജയ് ഗുപ്ത, ഇസാഖ് റാൾട്ടെ, ഇമ്രാൻ ഖാൻ, നിഖിൽ ബാർല, അങ്ങനെ കുറേ താരങ്ങളുണ്ട്. പക്ഷേ ഞാൻ ആ നിലയ്ക്കല്ല ഈ ഒരു വീഡിയോ കൺസീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ചില പൊസിഷൻസിൽ ചില പോരായ്മകളുണ്ട്. സോ അവിടേക്ക് ആ ഒരു അഡീഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ടീം ചിലപ്പോൾ മെച്ചപ്പെടും. അപ്പോൾ നമ്മൾ ഏഷ്യൻ കപ്പിലൊക്കെ കണ്ട ചില കാര്യങ്ങളാണല്ലോ. അപ്പം ആ നിലയ്ക്കായിരിക്കും ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന പ്ലേയേഴ്സിനെ അവർ നന്നായിട്ട് പെർഫോം ചെയ്തല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾപ്പെടുത്താത്തതിൻ്റെ ഒരു കാര്യം നമുക്കറിയാം. വളരെ കുറഞ്ഞ ഒരു ക്യാമ്പും കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ. അപ്പം ആ ഒരു സമയപരിധിക്കുള്ളിൽ നാഷണൽ ടീം എക്സ്പീരിയൻസ് ഇല്ലാത്ത പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അതിനുശേഷം ISL കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു വലിയ ക്യാമ്പിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ISL ഈ സീസൺ നന്നായിട്ട് പെർഫോം ചെയ്ത താരങ്ങളെയൊക്കെ എടുക്കാനുള്ള സാധ്യതകൾ. സോ ആദ്യത്തെ ഒരു താരം എന്ന് വെച്ചാൽ വിപിൻ മോഹനൻ തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ISLൽ ഒരു ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് നടത്തുന്നത്. അനുരുദ്ധ് താപ്പ വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാഷണൽ ടീമിലാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ മോഹൻ ബഗാനിലാണെങ്കിലും മോഹൻ ബഗാനിൽ ഇപ്പം ബെഞ്ചായി കഴിഞ്ഞു. വിപിൻ മോഹൻ ഇപ്പം ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് തന്നെയാണ് നടത്തുന്നതെന്ന് നിസ്സംശയം പറയാം. ലൈക്ക് എ ഫോറിൻ പ്ലെയർ കളിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം കളിക്കുന്നത്. നമുക്ക് അതേപോലത്തെ ഒരു പ്ലെയർ, പ്രത്യേകിച്ച് ഇപ്പം BFC മാച്ച് ഹൈ ഇൻറ്റൻസിറ്റി മാച്ചായിരുന്നു. അദ്ദേഹം അവിടെ ഇപ്പം നന്നായിട്ട് പ്രസ്സിങ് ഒക്കെ വരുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്, പിന്നീട് അത് പാസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പം ഹോൾഡിങ് ഇൻ്റർസെപ്ഷൻസ്, ടാക്കിൾസ് ആണെങ്കിലും പാസിങ് ആക്യുറസി ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നിൽക്കുന്നത്. അപ്പം ഇതുപോലത്തെ ഒരു പ്ലെയർ നമ്മുടെ നാഷണൽ ടീമിൻ്റെ ഒരു മിഡ്ഫീൽഡിൽ ഒരു അഡീഷനായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു വളരെ നല്ലത് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ജീക്സൺ തിരിച്ചെത്തുമ്പോൾ ജീക്സൺ വിപിൻ ഒരു കോംബോയും അവിടെ സൃഷ്ടിക്കാൻ സാധിക്കും. കാരണം അവർ ക്ലബ്ബിൽ ഒന്നിച്ച് കളിക്കുന്നവരാണ്. അപ്പം നാഷണൽ ടീമിലേക്ക് വരുമ്പോഴത്തേക്കും അതും ഒരു ഗുണകരമാകുന്ന ഒരു കാര്യം തന്നെയാവും. അടുത്തൊരു താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർദിപ് ഗൊഗോയാണ്. അദ്ദേഹം ഇപ്പം സെൻട്രൽ ഫോർവേഡായിട്ട് ലാസ്റ്റ് മാച്ചിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി കളിച്ചിരുന്നു. അദ്ദേഹം സോഫാർ 4 ഗോളുകൾ അടിച്ചു, ഒരു അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞാൽ സെൻട്രൽ ഫോർവേഡായിട്ട് കളിച്ച് അദ്ദേഹത്തിന് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ഒരു സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലെ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇപ്പം ഇഷാൻ പണ്ഡിത് അവസ്ഥ എന്താണെന്ന് അറിയാം. ഈ സീസൺ ഗോൾ അടിച്ചിട്ടില്ല. അതുപോലെ ഏഷ്യൻ കപ്പിൽ അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴും മോശം പെർഫോമൻസ് ആയിരുന്നു. റഹീം അലിയുടെ കാര്യം ഞാൻ പിന്നെ പറയുന്നില്ല. സുനിൽ ഛേത്രിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം 40 വയസ്സായി. അദ്ദേഹം നമ്മുടെ ലെജൻഡ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ പാർദിപ് അദ്ദേഹത്തിനെ ഉറപ്പായിട്ടും ഒന്ന് യൂസ് ചെയ്യേണ്ട ഒരു താരം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് സ്പേസ് ഒക്കെ കിട്ടാത്ത മാച്ചസ്, ഇപ്പം അദ്ദേഹം അടിച്ച 4 ഗോളുകളും ലോങ് റേഞ്ചേഴ്സാണ്. അപ്പം അങ്ങനത്തെയൊക്കെ ഗോൾസ് അടിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നമുക്ക് ആ ഒരു ഫിനിഷിംഗ് പാടം ഉള്ള പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തെ ഉറപ്പായിട്ടും ഈ ഒരു ഷോർട്ട് നോട്ടീസിലാണെങ്കിലും പരിഗണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഗുർക്കീറത്ത് സിംഗ് കോച്ചിൻ്റെ ഒരു ഫേവറേറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗുർക്കീറത്താണെങ്കിലും അങ്ങനെ അധികം മാച്ചസ് ഇപ്പോൾ മുംബൈ സിറ്റീസിലൊന്നും കളിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുവാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു വിളി വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് 2 ഐ ലീഗിലെ താരങ്ങളാണ്. 2 പേരും സെൻട്രൽ ഫോർവേഡ്സ് ആയിട്ടുള്ള താരങ്ങളാണ്. ഇപ്പം നമുക്ക് ഐ ലീഗിനോട് ഇപ്പം മാച്ചിനൊരു അയിത്തമുണ്ട്. ഐ ലീഗിൽ നിന്ന് പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സിനെ എടുക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ISLൽ കളിക്കുന്ന സെൻട്രൽ ഫോർവേഡായിട്ട് എത്ര പ്ലേയേഴ്സ് ആ പൊസിഷനിൽ കളിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഐ ലീഗിൽ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ആ പൊസിഷനിൽ കളിക്കുന്നത്, അവിടെ നമുക്ക് ബെസ്റ്റ് പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ ഉള്ളത്. ഇപ്പം മൻവീർ സിംഗ് ഒക്കെ നാഷണൽ ടീമിലോട്ട് വരുന്നത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് വെസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ട് അദ്ദേഹം സന്തോഷ് ട്രോഫി കളിക്കുമ്പോൾ അവിടെ നിന്നാണ് സ്റ്റീഫൻ കോൺസ്റ്റന്റൈനൊക്കെ പിക്ക് ചെയ്തുകൊണ്ട് വന്നത്. അപ്പം സന്തോഷ് ട്രോഫിയിൽ നിന്നൊന്നും പിക്ക് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷേ ഐ ലീഗിൽ നിന്നും ISLലും ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ അവിടെ ഇപ്പം പെർഫോം ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട താരങ്ങളാണ് ലാൽറുൻസാല ലാൽബിയ ഖാന എന്ന് പറഞ്ഞിട്ട് ഐസ്വാളിൻ്റെ താരം. 9 ഗോളും 2 അസിസ്റ്റും ആണ് അദ്ദേഹം ഇതുവരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സ്കോറേഴ്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ടോപ്പ് 3യിൽ നിൽക്കുകയാണ്. നല്ല പെർഫോമൻസ് ആണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള താരമാണ്. അതുപോലെ തന്നെ ഡേവിഡ് എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ താരം, അദ്ദേഹം ഡുറൻ കപ്പിലെ ടോപ്പ് സ്കോററായിരുന്നു.
അതുപോലെ തന്നെ ഇപ്പം ഐ ലീഗിലേക്ക് വരുന്നൊരു സമയത്ത് നോക്കിയാലും അദ്ദേഹം ഇപ്പം ആദ്യം ഒന്ന് കുറച്ച് ഓപ്പർച്യൂണിറ്റി കുറവായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സ്ഥിരമായിട്ട് കളിക്കുന്നുണ്ട്. 5 ഗോളും 2 അസിസ്റ്റുമാണ്. സോ കഴിഞ്ഞൊരു മത്സരത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഗോകുലത്തിനെതിരെ അദ്ദേഹം ഇപ്പം 3 ഗോളുകൾ 3-2 ജയിച്ച മത്സരമാണ്. അതിൽ 2 അസിസ്റ്റും 1 ഗോളും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ താരങ്ങളെയൊക്കെ പരിഗണിക്കണം എന്നുള്ളതാണ്. കാരണം സ്ട്രൈക്കേഴ്സ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള പൊസിഷനാണ്. അവിടെ കളിക്കുന്ന പ്ലേയേഴ്സിന് തന്നെ ഐ ലീഗ് ഐസിൽ വ്യത്യാസം നോക്കാതെ എടുക്കണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. സോ ഇനി നമുക്ക് സ്കോഡൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു സ്ഥാനം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായും കമ്പസ് ചെയ്യാൻ പറ്റുക കഴിക്കുകയാണോ? സനിയ.